രാഹുൽ മാങ്കുടത്തിലിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. വിധി അന്യായമെന്നും രാഹുൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നും ഭാര്യ ദീപ പ്രതികരിച്ചു. ജീവിതയ്ക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 75(1)(4) ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു അറസ്റ്റ്. തുടർന്ന് രാഹുലിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പും അതിജീവിതയുടെ വീഡിയോയും ചിത്രങ്ങളും കണ്ടെടുത്തിരുന്നു. കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം ഈ തെളിവുകളും പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റിന് കൈമാറി. ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അതിജീവിതയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടത് ചെറുതായി കാണാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയത്. തുടർന്നാണ് പ്രതിയെ ഈ മാസം 15 വരെ റിമാൻഡ് ചെയ്തത്. ജയിലിൽ നിരാഹാരമിരിക്കുമെന്നും ഇത് കള്ളക്കേസാണെന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാഹനത്തിലിരുന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞു. അന്യായമായ വിധി എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ ഈശ്വറിന്റെ പ്രതികരണം. കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ എന്ന് പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളർ റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷം രാഹുൽ ഈശ്വറിനെ പൂജപ്പുര സബ് ജയിലിലേക്ക് മാറ്റി. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണ കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ 1-ാം പ്രതിയാണ്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വറും ഉൾപ്പെടെ 5 പ്രതികളാണ് കേസിലുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.